എല്ലാവർക്കും നമസ്കാരം. എൽഎംആർക്ക് ചെയ്യുന്ന ഓരോ ഡ്യൂട്ടികൾക്കുമുള്ള റിസൾട്ടുകൾ നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൽഎംആർക്ക് എഫക്റ്റ് എന്ന പുതിയൊരു ടേം പോലും രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ചോളന്മാർക്ക് വേണ്ടി നടത്തിയ യാഗമാവട്ടെ, യിങ് യാഗമാവട്ടെ, ഇതിൻ്റെയൊക്കെ അതിശയിപ്പിക്കുന്ന റിസൾട്ടുകൾ നമ്മൾ ന്യൂസുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ലോക സാഹചര്യങ്ങൾ തന്നെ എങ്ങനെയാണ് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്കന്ദഭാരത മഹായാഗം നടത്തുന്നതിന് മുന്നേ ആയിട്ട് ക്യാപ്റ്റൻ രജത്ജി പറഞ്ഞിരുന്നു, ഭാരതം സൂപ്പർ പവർ ആവണമെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണം. ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ സമ്പത്തുണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അവർ ക്രൂഡ് ഓയിൽ കണ്ടുപിടിച്ചു അവരുടെ ഭൂമിക്കടിയിൽ നിന്നും. അങ്ങനെയാണ് അവർ അത്രയും എക്കണോമിക്കലി പ്രോഗ്രസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഭാരതത്തിനും അതുപോലെ ഭാരത ഭൂമി തന്നെ കനിഞ്ഞു നൽകും, അല്ലെങ്കിൽ ഭൂമി ചുരത്താൻ തുടങ്ങും എന്നുള്ളൊരു പദം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഭാരതത്തിൻ്റെ ഭൂമിയിൽ നിന്ന് തന്നെ നിധികൾ ലഭിക്കാൻ തുടങ്ങുന്ന സ്കന്ദഭാരത മഹായാഗത്തിന് മുന്നേ ആയിട്ട് ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു. സ്കന്ദഭാരത മഹായാഗം നടന്നതിന് ശേഷം ഇൻന്യൂമറബിൾ നമ്പർ ഓഫ് ന്യൂസുകൾ പുറത്തു വരാൻ തുടങ്ങി. യുറേനിയം കണ്ടെത്തി, മീഥേൻ കണ്ടെത്തി, പെട്രോളിയം പ്രോഡക്ട്സ് കണ്ടെത്തി. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്കവേറ്റ് ചെയ്യാനും ഭാരതം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. രാജസ്ഥാനിലെ ബൻസ്വാര എന്ന പ്രദേശത്ത് നിന്നും വൻ സ്വർണ്ണനിധിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1100 ലക്ഷം ടൺ സ്വർണ്ണ അയിര് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 222 ടൺ ശുദ്ധ സ്വർണമാണ്. ഇതാണ് പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആകെയുള്ള സ്വർണ്ണ ആവശ്യങ്ങളുടെ 25% ഈ സ്വർണ്ണ ഖനിയിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പറയുന്നത്. ബാക്കിയുള്ള എക്സ്കവേഷൻസും കണ്ടെത്തലുകളും എല്ലാം ഉണ്ടാകുമ്പോഴും ഈ സ്വർണ്ണഖനി കണ്ടെത്തിയതിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ഡോളർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിന് ഒരു കോമൺ ടൂളായിട്ട് ഉപയോഗത്തിൽ വരുന്നതിന് മുന്നേ എന്തായിരുന്നു കറൻസികളുടെ മൂല്യം നിർണ്ണയിച്ചിരുന്നത് എന്നറിയാമോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഡോളർ ഒരു ഫിയറ്റ് കറൻസി ആയിട്ട് വരുന്നതിന് മുന്നേ ഗോൾഡ് ബാക്ക്ഡ് കറൻസീസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഡോളർ ഒരു ഫിയറ്റ് കറൻസി ആവുന്നതിന് മുന്നേ രാജ്യങ്ങളൊക്കെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡിലായിരുന്നു കറൻസിയുടെ മൂല്യം കണക്കാക്കിയിരുന്നത്. അതായത് ഓരോ രാഷ്ട്രങ്ങളുടെ കയ്യിലെ ഫിക്സഡ് സ്വർണത്തിൻ്റെ അളവ് എത്രയാണ്, അതിൻ്റെ മൂല്യം അനുസരിച്ചായിരുന്നു ഈ കറൻസികളുടെ വാല്യൂസ് കണക്കാക്കിയിരുന്നത്. വേൾഡ് വാർ 1 ശേഷമാണ് ഈ ഒരു സിസ്റ്റം നിന്നുപോയത്. ഈ സിസ്റ്റത്തിൻ്റെ പേര് തന്നെ ബ്രിട്ടൻ വുഡ്സ് സിസ്റ്റം എന്നായിരുന്നു. ആ സിസ്റ്റം നിർത്തിയിട്ടാണ് US ഡോളർ ഒരു ഫിയറ്റ് കറൻസി ആയിട്ട് മാറിയത്. ഇപ്പോൾ നമ്മൾ ഡീഡോളറൈസേഷനെ കുറിച്ചും ബ്രിക്സ് കറൻസിയെ കുറിച്ചൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗോൾഡ് നിക്ഷേപം കണ്ടെത്തിയതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. കാരണം ബ്രിക്സ് കറൻസി എന്ന് പറയുന്നത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡിലുള്ള കറൻസി ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഡോളർ ലോക നേതാവായിട്ട് നടന്നിരുന്ന കാലമൊക്കെ അവസാനിക്കാറായി എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഭാരതത്തിൻ്റെ കൈപ്പക്കലുള്ള സ്വർണത്തിൻ്റെ വലിയൊരു നിക്ഷേപം യുകെയിലെ ബാങ്കിൽ വാൾട്ടിലൊക്കെ ആയിരുന്നു സൂക്ഷിച്ചിരുന്നത്. 2024-25 കാലഘട്ടത്തിൽ 100 മെട്രിക് ടണ്ണിലും കൂടുതൽ സ്വർണം ഭാരതം യുകെയിൽ നിന്നും തിരിച്ചെത്തിച്ചിരിക്കുന്നു. ഗോൾഡ് ബാക്ക്ഡ് കറൻസിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു വാർത്ത കൂടി നമ്മൾ ആലോചിച്ചിരിക്കേണ്ടതാണ്.